ഷഫീദ്, ഈ 40 ലക്ഷം രൂപ കുടുംബത്തിന് കടം ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഒരു സ്ഥിരീകരണം പോലീസ് പറയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കാനായത്? ഇക്കാര്യം കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നോ? അത് ഏത് രീതിയിലായിരുന്നു ആ സമയത്ത് ഇയാൾ കണ്ടിരുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ വല്ലതും നമുക്ക് ലഭ്യമാണ്? അടിസ്ഥാനപരമായി സാമ്പത്തികം തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? ഈ കൂട്ടക്കൊലപാതകത്തിന്റെ വിവരം പുറത്തറിഞ്ഞ ശേഷം ഈ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തിയ ശേഷം നമ്മളോടക്കം സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത്രയധികം കടം കുടുംബത്തിന് വരാനുള്ള ഒരു വഴിയില്ല, മാത്രവുമല്ല അങ്ങനെ വന്നാൽ തന്നെ അത് ഏത് രീതിയിലാണെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ പോലീസ് ആ രീതിയിൽ എന്താണ് ഇവർക്ക് കടം വരാനുള്ള കാരണം എന്നുൾപ്പെടെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. ഇന്നലെ ഈ പേരുമലയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുമ്പോഴടക്കം ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ കടം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറമുണ്ടോ എന്ന് നമുക്കറിയില്ല, അത് കൂടുതൽ തെളിവെടുപ്പിലായിരിക്കും പോലീസിന് മനസ്സിലാവുക. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് 40 ലക്ഷം രൂപയുടെ കടം അഫാനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ അത് പിതാവ് അബ്ദുൾ റഹീമിന് അറിയുമോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. അദ്ദേഹം അത് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ആ ഗൾഫിലെ അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഉൾപ്പെടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കടം വന്നപ്പോൾ അതൊക്കെ വീട്ടാൻ വലിയ തുകയൊന്നും അങ്ങോട്ടേക്ക് അയച്ചു തന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. 40 ലക്ഷം രൂപയുടെ കടം ഈ അഫാനും കുടുംബത്തിനും ഉണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിന് കാരണവും പോലീസ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള ചില പരിപാടികൾ അത് അഫാനും കുടുംബവും നടത്തിയിരുന്നു. അത് ഈ ഹോൾസെയിൽ മുട്ട കച്ചവടം, അങ്ങനെ എന്തോ കോഴി വളർത്തൽ നടത്തിയിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ചില വാഹന കച്ചവടങ്ങളിലേക്കൊക്കെ അഫാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് 40 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ അത് ഈ പേരുമലയിലെ വീട്ടിൽ നിന്നും പോലീസിന് ലഭിക്കുന്നത്. അഫാനെ ചോദ്യം ചെയ്തപ്പോഴും അഫാൻ പറഞ്ഞ കണക്ക് എറൗണ്ട് അത്രയുമാണ്. അതിനപ്പുറമുണ്ടോ എന്നുള്ള കാര്യം ഇനിയും കൂടുതൽ പരിശോധിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമുണ്ട്. ക്രിസ്tina. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.